അസ്സലാമലൈക്കും. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു കുഞ്ഞ് ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി പോവുകയാണ്. അഹദ വരുന്നുണ്ടായിരുന്നില്ല, അങ്ങനെ അവളെ ഞങ്ങൾ ഇറക്കി വിട്ടിട്ട് ഞങ്ങൾ പോവുകയാണ് ഗൈസ്. നമ്മൾ ഇറങ്ങുമ്പോഴേക്ക് നല്ല ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. നമ്മൾ നേരെ കൊട്ടിയത്തോട്ടാണ് പോയത്. കൊട്ടിയത്ത് ഈ ഒരു ടൈമിൽ വണ്ടിയും കൊണ്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കും കാര്യങ്ങളും ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വണ്ടി ഒതുക്കി വെച്ചിട്ട് നടന്നു പോകാമെന്ന് വിചാരിച്ചത്. നമ്മൾ എവിടാണ് പോകുന്നത്? എവിടെ പോകാൻ? നമ്മൾ ഷർട്ട് എടുക്കാൻ പോകും. പിന്നെ നമ്മൾ നേരെ ഇതുകയിൽ കയറിയിട്ട് അവിടെ നിന്ന് നൈസാനൊക്കെ ഒരു ഷർട്ടൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് മെഡിക്കൽ സ്റ്റോറിൽ കയറാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ കയറി അവിടെ നിന്നും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ സിംലയിലോട്ട് കയറി. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മഴ പെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് തിരിച്ച് വണ്ടിയിലോട്ട് കയറി. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ വണ്ടിയിൽ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എനിക്ക് ATMിലൊക്കെ കയറാനുണ്ടായിരുന്നു. അങ്ങനെ കണ്ണനല്ലൂർ എത്തിയപ്പോൾ നമ്മൾ നൈസാനൊക്കെ ചാച്ചയായി കൊടുത്തിട്ട് ഞാൻ നേരെ ATMിലോട്ട് പോയി. അങ്ങനെ ഞാൻ പൈസയൊക്കെ എടുത്തിട്ട് നേരെ ബസ് സ്റ്റോപ്പിൽ പോയിരുന്നു. അപ്പോഴേക്കും നമ്മുടെ വീടിനടുത്തുള്ളൊരു മാമ ഒരു ഓട്ടോ ആയിട്ട് വന്നിട്ട് എന്നെ വിളിച്ചു ഗൈസ്. ഞാൻ നേരെ വീട്ടിലോട്ട് വന്നു. ഉച്ച സമയത്ത് പോയതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് കഴിക്കാതായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വീട്ടിൽ വന്ന് ആദ്യം തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിരിച്ച് കുറച്ച് നേരം ഉറങ്ങാമെന്നു. അങ്ങനെ ഞാൻ പോയി കിടന്നുറങ്ങി. ഉറങ്ങി എണീച്ചപ്പോഴേക്കും പുറത്ത് നല്ല അടിപൊളി മഴയായിരുന്നു ഗൈസ്. അപ്പോഴത്തേക്കും എൻ്റെ കസിൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്